ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും മഹാലക്ഷ്മി സീരിയലിൻ്റെ ഇന്നത്തെ എപ്പിസോഡിൻ്റെ റിവ്യൂയിലേക്ക് സ്വാഗതം. അങ്ങനെ ഞാൻ പറയുന്ന കാര്യം ചെയ്തു തരാൻ കഴിയില്ലെങ്കിൽ ഞാൻ തന്ന പണം തിരികെ തരണമെന്ന് പ്രതാപനെ ആവശ്യപ്പെടുന്നതും പൈസയൊന്നും തിരിച്ചു തരാൻ ഒരു നിവൃത്തിയും ഇല്ല സാറേ എന്ന് ദേവരാജൻ്റെ ഭാര്യ പറയുന്നതും മഹാലക്ഷ്മിയുടെ കുഞ്ഞിന് എന്തെങ്കിലും സംഭവിച്ചാൽ ദേവരാജന് ഒരു തുക കൊടുക്കാമെന്ന് ഞാൻ സമ്മതിച്ചതാണ്. അതിനേക്കാൾ കൂടുതൽ പണം ഞാൻ നിങ്ങൾക്ക് തരും. പക്ഷെ ചെറിയൊരു കാര്യം നിങ്ങൾ എനിക്ക് വേണ്ടി ചെയ്തു തരേണ്ടി വരുമെന്ന് പ്രതാപൻ പറയുമ്പോൾ ഇനി പാപങ്ങളൊന്നും എന്നെക്കൊണ്ട് ചെയ്യിക്കല്ലേ സാറേ എന്ന് ജാനമ്മ പറയുന്നതും ജയിലിൽ നിന്നും ഞാനിപ്പോൾ ഇറങ്ങിയതേ ഉള്ളൂ, ഇനി പോകുന്നതും അവിടേക്ക് തന്നെയാണ്. അതുകൊണ്ട് എന്ത് വൃത്തികേട് കാണിക്കാനും എനിക്കൊരു മടിയില്ല എന്ന് പ്രതാപൻ ഭീഷണിപ്പെടുത്തുന്നു. എന്ത് ചെയ്യണമെന്ന് സാറ് പറഞ്ഞാൽ മതി എന്ന് ദേവരാജൻ്റെ ഭാര്യ പറയുമ്പോൾ നീയല്ല, ഇവരാണ് ചെയ്യേണ്ടത്. കുഞ്ഞിനെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയിട്ട് പോലും ഇവരെ ആർക്കും സംശയമില്ലല്ലോ. തുടർന്ന് ആദ്യം ഇതങ്ങ് പിടിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് രണ്ടുപേർക്കുള്ള ഓണക്കൊടി പ്രതാപൻ അവർക്ക് കൊടുക്കുന്നു. എന്നിട്ട് ചെയ്യേണ്ട കാര്യം ജാനമ്മയ്ക്ക് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. നിങ്ങൾ ആ കുഞ്ഞിന് ഇനി പാലും അതുപോലെ തന്നെ കഴുത്ത് പിടിച്ച് ഞെരുക്കുകയൊന്നും വേണ്ട. പകരം ആരും ആ വീട്ടിൽ ഇല്ലാത്ത സമയത്ത് ഒരാൾക്ക് എടുത്തുകൊണ്ട് പോകാൻ പാകത്തിൽ കുഞ്ഞിനെ കിടത്തി തന്നാൽ മതി എന്ന് പ്രതാപൻ പറയുന്നത് കേട്ട് പേടിയോടുകൂടി സാറേ എന്ന് വിളിച്ചു പോവാണ് കേട്ടോ ജാനമ്മ. പേടിയാണെങ്കിൽ എൻ്റെ പൈസ എങ്ങ് തിരികെ തന്നേക്ക്, ദേവരാജൻ്റെ അനിയന് ഞാൻ കൊടുത്തത് ഉൾപ്പെടെ എന്നും പ്രതാപൻ പറയുന്നു. നിങ്ങൾക്ക് ഗുണമുള്ള കാര്യമാണ് ഞാനിപ്പോൾ പറഞ്ഞത്. നിങ്ങളുടെ കയ്യിൽ പണം ഞാൻ ഏൽപ്പിക്കും. അതിനു മുൻപ് തന്ന പൈസയുടെ നന്ദി നിങ്ങൾ കാണിക്കണം. ഇനി നന്ദികേട് കാണിക്കുകയാണെങ്കിൽ പൈസ തിരികെ തരണം എന്ന് മാത്രമല്ല, ജീവിതകാലം മുഴുവൻ നിങ്ങളുടെ കുടുംബത്തെ ഞാൻ ദ്രോഹിക്കുമെന്ന് ഒരു ഭീഷണി മുഴക്കിക്കൊണ്ട് പ്രതാപൻ പോകുന്നു. പ്രതാപൻ പോയതിനു ശേഷം എന്താ അമ്മയുടെ തീരുമാനമെന്ന് രമണി ചോദിക്കുമ്പോൾ കുഞ്ഞിനെ വിഷം കലർത്തി കൊടുത്തതുകൊണ്ടാണ് ദേവരാജനെ പാമ്പ് കടിച്ചതെന്ന് ജാനമ്മ പറയുമ്പോൾ രമണി അതൊന്നും വിശ്വസിക്കാനായിട്ട് കൂട്ടാക്കുന്നില്ല. തുടർന്ന് അയാൾ പറഞ്ഞത് ഒരു നിസ്സാര കാര്യമാണ്. ആ വീട്ടിൽ ആരും ഇല്ലാത്ത സമയം നോക്കി കുഞ്ഞിനെ ഹാളിലെങ്ങാനും കൊണ്ടുപോയി കിടത്തിയാൽ മതി. അയാൾ പറഞ്ഞു വിടുന്ന ആൾ ആ കുഞ്ഞിനെയും കൊണ്ട് പോയിക്കോളും എന്നെല്ലാം രമണി പറയുന്നുണ്ട് കേട്ടോ. വാങ്ങിയ പൈസയൊക്കെ ചിലവായി പോയതുകൊണ്ട് തന്നെ ഇനി തിരികെ കൊടുക്കാനൊന്നും പറ്റില്ല. മാത്രമല്ല നിങ്ങളുടെ മകനും ഹോസ്പിറ്റലിൽ നിന്നും ഇറങ്ങണമെങ്കിൽ ലക്ഷങ്ങൾ വേണം. അതൊന്നും നിങ്ങൾക്ക് കിട്ടുന്ന നക്കാപ്പിച്ചുകൊണ്ട് തികയില്ല എന്നും രമണി പറയുന്നു. ഏതായാലും ജാനമ്മയാണെങ്കിൽ എന്ത് ചെയ്യണം എന്നറിയാതെ വിങ്ങിപ്പൊട്ടി കരയാണ് കേട്ടോ ചെയ്യുന്നത്. പിന്നീട് കാണിക്കുന്നത് കണ്ണനും മഹിയും കുഞ്ഞുറങ്ങുന്നത് വാത്സല്യത്തോടെ നോക്കിക്കൊണ്ട് കിടക്കുകയാണ്. അപ്പോൾ ലേഖയുടെയും അനന്തുവിൻ്റെയും അവസ്ഥ ഇപ്പോൾ എന്തായിരിക്കും എന്നുള്ള കാര്യങ്ങളെക്കുറിച്ചും അവർ സംസാരിക്കുന്നുണ്ട്. ഓണം കഴിഞ്ഞാൽ കുഞ്ഞിനെ ഏതായാലും നമ്മളിങ്ങോട്ട് കൊണ്ടുവരും. ആ സമയത്ത് അവരതുമായിട്ട് പൊരുത്തപ്പെട്ടേ പറ്റൂ. അനന്തവും കുഞ്ഞിൻ്റെ കാര്യത്തിൽ വളരെയധികം സെൻസിറ്റീവാണ്. പിന്നെ ആണായതുകൊണ്ട് അത് പ്രകടിപ്പിക്കുന്നില്ല എന്നേ ഉള്ളൂ എന്നെല്ലാം കണ്ണൻ പറയുമ്പോൾ മോളെ വീഡിയോ കോളിൽ കാണിച്ചു കൊടുക്കുമ്പോൾ ലേഖ ഒരേ കരച്ചിലാണെന്ന് മഹിയും പറയുന്നു. അവരിനി ഏതായാലും ജർമ്മനിക്കൊന്നും പോകുന്നുണ്ടാവില്ല എന്ന് കണ്ണൻ പറയുമ്പോൾ ഇവിടെ ഒരു വീട് വെച്ച് എല്ലാവരും കൂടി ഒന്നിച്ച് താമസിക്കണമെന്നാണ് ലേഖ പറഞ്ഞുകൊണ്ടേയിരിക്കുന്നതെന്ന് മഹിയും പറയുന്നു. തുടർന്ന് അമ്മയ്ക്കിപ്പോൾ നല്ല മാറ്റം ഉണ്ടെങ്കിലും ഉണ്ണിയും കരുണയൊക്കെ പഴയ അവസ്ഥയിൽ തന്നെയാണ്. അതുകൊണ്ട് സ്നേഹിക്കുന്നവർ നമ്മുടെ ചുറ്റുമുള്ളത് നല്ലതാണെന്ന് പറയുന്നുണ്ട് കേട്ടോ കണ്ണൻ. അതുകൊണ്ട് തന്നെ ലേഖയുടെ ആഗ്രഹം ഉറപ്പായിട്ട് നമ്മൾ നടത്തി കൊടുക്കണം. അതിനു വേണ്ടിയിട്ട് നല്ലൊരു പ്ലോട്ട് കാണണമെന്നും കണ്ണൻ പറയുന്നു. തുടർന്ന് ലേഖ ഇപ്പോൾ ഉറങ്ങിക്കാണില്ല, ഞാനൊന്ന് വീഡിയോ കോൾ ചെയ്താലോ എന്ന് മഹി ചോദിക്കുമ്പോൾ എങ്കിൽ താൻ വിളിക്കുക എന്ന് കണ്ണൻ പറയുമ്പോൾ ഇനിയിപ്പോൾ നമ്മൾ വിളിച്ചില്ലെങ്കിൽ അവൾ തിരികെ വിളിക്കാതിരിക്കില്ല എന്ന് മഹി പറയുന്നതും എങ്കിൽ പിന്നെ കുറച്ച് സമയം കൂടി നോക്കാമെന്ന് കണ്ണൻ പറയുന്നുണ്ട് കേട്ടോ മഹിയോട്. എന്തായാലും കണ്ണനും മഹിയും ഊഹിച്ചതുപോലെ തന്നെ ലേഖയ്ക്ക് ഉറങ്ങാനായിട്ട് കഴിയുന്നില്ല. അപ്പോൾ അനന്തുവാണെങ്കിൽ നല്ല ഉറക്കത്തിൽ തന്നെയാണ്. അപ്പോൾ പെട്ടെന്ന് അനന്തു ഉണരുന്നതും ലേഖ ബെഡിലിരിക്കുന്നത് കണ്ട് നീ ഉറങ്ങുന്നില്ലേ എന്ന് ചോദിക്കുമ്പോൾ ഉറക്കം വരുന്നില്ല എന്ന് വിഷമത്തോടെ ലേഖ പറയുന്നു. കുഞ്ഞിനെ എന്തിനാ അവിടേക്ക് കൊണ്ടുപോയത്, അവിടെ കുഞ്ഞൊട്ടും സുരക്ഷിതയല്ല എന്നെല്ലാം ലേഖ പറയുമ്പോൾ കുഞ്ഞിൻ്റെ അച്ഛനും അമ്മയല്ലേ കുഞ്ഞിനെ അങ്ങോട്ടേക്ക് കൊണ്ടുപോയത്, കൊണ്ടുവരുതെന്ന് നമുക്ക് പറയാൻ പറ്റുമോ? പിന്നെ മഞ്ജുവിൻ്റെ അമ്മ കുഞ്ഞിൻ്റെ 28-ലും ഇവിടേക്ക് വന്നില്ല. അപ്പോൾ അവരുടെ ആഗ്രഹം നടത്തി കൊടുക്കണമെന്ന് കണ്ണേട്ടിന് തോന്നിക്കാണും എന്നെല്ലാം അനന്തു പറയുമ്പോൾ അവരെപ്പോൾ വലിയ വിശ്വാസമാണ് കണ്ണനെ എന്നും അനന്തു പറയുമ്പോൾ അവരെയാണ് കൂടുതൽ പേടിക്കേണ്ടതെന്ന് പറയുന്നുണ്ട് കേട്ടോ ലേഖ. ഇതേ സമയത്താണ് മഹി വിളിക്കുന്നത്. തുടർന്ന് കുഞ്ഞിൻ്റെ കാര്യങ്ങളെക്കുറിച്ച് എല്ലാം ലേഖ ചോദിക്കുന്നുണ്ട്. അപ്പോൾ മോള് നല്ല ഉറക്കത്തിലാണ്, ഞാൻ എന്തായാലും മോളെ കാണിച്ചു തരാം, വീഡിയോ കോളിൽ വരാം എന്ന് പറയുന്നുണ്ട് കേട്ടോ മഹി. അങ്ങനെ വീഡിയോ കോളിലൂടെ കുഞ്ഞിനെ കാണിച്ചു കൊടുക്കുന്നു. കുഞ്ഞിനെ കണ്ട് മനസ്സ് നിറഞ്ഞ് സന്തോഷിക്കുകയാണ് ലേഖയും അനന്തവും. തുടർന്ന് നിൻ്റെ ലേഖയുടെ വിഷമോർത്ത് ഇയാളുടെ മനസ്സിൽ ഒരാളിലുണ്ടായെന്നും അതാണ് വിളിച്ചത് എന്നും കണ്ണൻ അവരോട് പറയുന്നു. അത് സത്യമാണ്, കിടന്നിട്ട് ഇവൾക്ക് ഉറക്കം വരുന്നില്ല എന്ന് അനന്തവും പറയുന്നുണ്ട്.
തുടർന്ന് കുഞ്ഞിന് ഒരു കുഴപ്പമില്ല, ഞങ്ങൾ രാവിലെ തന്നെ അങ്ങ് എത്തുമെന്ന് മഹി പറയുമ്പോൾ അതുമാത്രമല്ല, നാളെ കുഞ്ഞിനെ നിൻ്റെ കയ്യിലാക്കിയിട്ട് ഞങ്ങൾ നേരെ ഫിനാൻസിയസിലേക്കാണ് പോകുന്നത്. ഇനി കൂടുതൽ സമയവും നിൻ്റെ അടുത്ത് ആയിരിക്കും കുഞ്ഞ് എന്ന് പറയുന്നത് കേട്ട ലേഖ മറന്ന് സന്തോഷിക്കുകയാണ് കേട്ടോ. തുടർന്ന് ആരെയും അമിതമായിട്ട് സ്നേഹിക്കരുതെന്ന് നീ അവളോട് പറഞ്ഞു കൊടുക്കണം. അത് കുഞ്ഞിനെ ആയാലും എന്ന് കണ്ണൻ പറയുമ്പോൾ അത് നിങ്ങൾ ആണുങ്ങൾക്ക് പറയാനൊക്കെ എളുപ്പമാണ്, പക്ഷേ അമ്മമാർക്കൊരിക്കലും കുഞ്ഞുങ്ങളെ സ്നേഹിക്കാതിരിക്കാൻ കഴിയില്ല എന്നെല്ലാം മഹി കണ്ണനോടായിട്ട് പറയുന്നുണ്ട്. ഏതായാലും ഗുഡ് നൈറ്റ് പറഞ്ഞ് അവർ കോള് കട്ട് ചെയ്യാണ്. ശേഷം ഈ പോക്ക് അപകടത്തിലേക്കാണ് മഹി. ഇത് നമ്മളെക്കാൾ കൂടുതൽ ബാധിക്കാൻ പോകുന്നത് ലേഖയെയാണ്. ലേഖയുടെ തകർച്ച അനന്തുവിനെയും ബാധിക്കും. അനന്തുവിനെ അത് താങ്ങാൻ പറ്റില്ല എന്നെല്ലാം കണ്ണൻ പറയുമ്പോൾ ഞാൻ പ്രഗ്നൻ്റ് ആയ സമയത്ത് എന്നെ നോക്കിയതൊക്കെ ലേഖയാണല്ലോ, അപ്പോൾ കുഞ്ഞിൻ്റെ ഓരോ വളർച്ചയും ലേഖയ്ക്ക് തൊട്ടറിയാം. അതുകൊണ്ട് അതിൻ്റെ ഒരു വിഷമാണ് അവൾ കാണിക്കുന്നതെന്ന് പറയുന്നുണ്ട് കേട്ടോ മഹി. പിന്നീട് കാണിക്കുന്നത് ദുർഗ പൂജാമുറിയിൽ കയറി വിളക്ക് കൊളുത്തുന്നു. തുടർന്ന് എൻ്റെ മോളുടെയും സാഗറിൻ്റെയൊക്കെ തെറ്റിദ്ധാരണ നീങ്ങണമെന്നും അവൾക്ക് നീലമോളെ പോലെ നല്ല ആരോഗ്യമുള്ള ഒരു കുഞ്ഞിന് ജന്മം നൽകാൻ കഴിയണമെന്നും മാത്രമല്ല കണ്ണനെയും ലക്ഷ്മിയെയും അവരുടെ കുഞ്ഞിനെയും കാത്തു രക്ഷിക്കണേ എന്നെല്ലാം അയ്യപ്പസ്വാമിയുടെ മുന്നിൽ നിന്ന് മനസ്സുരുകി പ്രാർത്ഥിക്കുന്നുണ്ട്. അപ്പോൾ ഇത് കൊണ്ടുവരുന്ന മഹിക്കാണെങ്കിൽ ശരിക്കും മനസ്സ് നിറഞ്ഞു പോവുകയാണ് കേട്ടോ. തുടർന്ന് പ്രസവം കഴിഞ്ഞതിന് ശേഷം ഞാൻ കുറച്ച് പതുക്കെ എഴുന്നേൽക്കാറുള്ളൂ എന്നെല്ലാം മഹി പറയുമ്പോൾ അത് നന്നായി എന്ന് പറയുന്നുണ്ട് കേട്ടോ ദുർഗ. തുടർന്ന് ഞാനിപ്പോൾ അതിരാവിലെ എന്നും പൂജാമുറിയിൽ കയറി വിളക്ക് കൊളുത്തി പ്രാർത്ഥിക്കും. മോള് പറഞ്ഞത് ശരിയാണ്. ഈ വിഗ്രഹത്തിന് മുന്നിൽ നിന്ന് കുറച്ച് സമയം പ്രാർത്ഥിക്കുമ്പോൾ ഈ വിഗ്രഹത്തിന് ജീവനുള്ളതുപോലെ എനിക്ക് തോന്നാറുണ്ടെന്നെല്ലാം പറയുമ്പോൾ അത് വെറും തോന്നലല്ല അമ്മേ, എൻ്റെ അയ്യപ്പസ്വാമിക്ക് ജീവനുണ്ട്. അതുകൊണ്ടാണ് ഏത് പ്രതിസന്ധി ഘട്ടത്തിലും അയ്യപ്പസ്വാമി ഞങ്ങളുടെ കൂടെ നിൽക്കുന്നതെന്ന് പറയുന്നുണ്ട് കേട്ടോ മഹി. തുടർന്ന് വിശ്വേട്ടൻ്റേത് കൊലപാതകമാണെന്ന് മനസ്സിലായതിന് ശേഷമാണ് ഉള്ളു തുറന്ന് ഞാൻ ദൈവത്തെ വിളിച്ചു തുടങ്ങിയത്. അതിനുശേഷം പൂജാമുറിയിലേക്ക് കടന്നു വരുമ്പോഴൊക്കെ മനസ്സിലൊരു തണുപ്പ് അനുഭവപ്പെടാറുണ്ട്. ഒരു ചൈതന്യം മനസ്സിലേക്ക് വരുന്നത് പോലെയാണ് എനിക്ക് തോന്നാറ്. കാരണം വർഷങ്ങളായിട്ട് മനസ്സിൽ ഇരുട്ടായിരുന്നല്ലോ, അതൊക്കെ ഇപ്പോൾ പുറത്തു പോയി എന്നുള്ളൊരു തോന്നലാണെന്നെല്ലാം ദുർഗ പറയുമ്പോൾ എല്ലാ ദുഷ്ടചിന്തകളും വെടിഞ്ഞ് നമുക്ക് ചുറ്റുമുള്ളവരെ സ്നേഹിക്കാൻ തുടങ്ങിയാൽ എല്ലാ നെഗറ്റീവ് എനർജിയും നമ്മളിൽ നിന്നും അകന്നു പോകും. അതുമാത്രമല്ല, നമ്മളെ ആരെയെങ്കിലും അപകടപ്പെടുത്താനായിട്ട് ആരെങ്കിലും ശ്രമിച്ചാൽ നമ്മൾ പ്രാർത്ഥിക്കുന്ന ഈ ശക്തി നമ്മളറിയാതെ തന്നെ നമ്മുടെ കൂടെ നിൽക്കുമെന്ന് മഹി പറയുന്നു. തുടർന്ന് എൻ്റെ ആങ്ങളയുടെ വാക്ക് കേട്ട് കണ്ണന് ഞാൻ മരുന്ന് മാറ്റി കൊടുത്തില്ലായിരുന്നെങ്കിൽ എന്നേ കണ്ണൻ നടന്നു തുടങ്ങിയേനെ. അത് ആലോചിക്കുമ്പോൾ മനസ്സിൽ ഇപ്പോഴും ഒരു നീറ്റലാണെന്ന് പറഞ്ഞുകൊണ്ട് ദുർഗ വിഷമിക്കുന്നു. എന്തായാലും മോള് പ്രാർത്ഥിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് ദുർഗ അവിടെ നിന്നും പോവാണ് കേട്ടോ. അങ്ങനെ മഹിയും അയ്യപ്പസ്വാമിയുടെ മുന്നിൽ നിന്നും തൊഴുത് പ്രാർത്ഥിക്കുന്നുണ്ട്. അങ്ങനെ ദുർഗ താഴേക്ക് ഇറങ്ങി ചെല്ലുന്നതും മഞ്ജു അടുക്കളയിൽ ജോലി ചെയ്യുന്നത് കണ്ട് വയ്യാതെ മോൾ എന്തിനാ അടുക്കളയിൽ കയറിയതെന്നെല്ലാം ചോദിക്കുമ്പോൾ എനിക്ക് ഒരു കുഴപ്പമില്ല, എൻ്റെ വീട്ടിലും ഞാൻ തന്നെയാണ് ഇതൊക്കെ ചെയ്യുന്നത് എന്നെല്ലാം ദുർഗയോട് പരുഷമായിട്ട് സംസാരിക്കുന്നുണ്ട് കേട്ടോ മഞ്ജു. ഇവിടെ ഇപ്പോൾ ഇതൊക്കെ ചെയ്യാൻ ഞാനില്ലേ എന്ന് ചോദിക്കുമ്പോൾ അമ്മയെ എനിക്ക് വിശ്വാസമൊന്നുമില്ല, മാത്രമല്ല ഏട്ടത്തിയും കുഞ്ഞും ഇവിടെയുണ്ട്, കുഞ്ഞിന് ഇതൊന്നും കഴിക്കാൻ പറ്റില്ല, പക്ഷേ ഏട്ടത്തിയുടെ കാര്യം എനിക്ക് നോക്കിയല്ലേ പറ്റൂ എന്ന് പറയുന്നുണ്ട് കേട്ടോ മഞ്ജു. തുടർന്ന് ഞാനിപ്പോൾ പൂജാമുറിയിൽ നിന്നും പ്രാർത്ഥിച്ചത് നീയും സാഗറും എന്നെ ഒന്ന് വിശ്വസിക്കണമെന്നാണെന്നെല്ലാം ദുർഗ പറയുമ്പോൾ അതിന് കുറച്ച് സമയം എടുക്കും അമ്മേ, കണ്ണേട്ടനെയും എന്നെയും സ്നേഹിക്കാനൊക്കെ ഒരുപക്ഷെ അമ്മയ്ക്ക് കഴിയും, പക്ഷേ സാഗരേട്ടനെയും ഏട്ടത്തെയും നീലമോളെയും ഒന്നും അമ്മ എത്രത്തോളം സ്നേഹിക്കുന്നുണ്ട് ആ കാര്യത്തിലൊന്നും എനിക്കൊരു വിശ്വാസവും ഇല്ല എന്നെല്ലാം മഞ്ജു പറയുന്നത് കേട്ടുകൊണ്ടാണ് കേട്ടോ മഹി എവിടേക്ക് വരുന്നത്. അപ്പോൾ എന്താ മഞ്ജു ഇത്, എന്തിനാ അമ്മയെ ഇങ്ങനെ വിഷമിപ്പിക്കുന്നതെന്നെല്ലാം ചോദിക്കുമ്പോൾ ഏട്ടനും ഏട്ടത്തെയും കുഞ്ഞും ഇവിടെയുണ്ട്, മാത്രമല്ല കരുണയും എൻ്റെ ആങ്ങളെയൊക്കെ ഉണ്ട്. അപ്പോൾ ഈ ഒരു സമയത്താണ് അമ്മയ്ക്ക് പല ദുർബുദ്ധികളും തോന്നുന്നത് എന്നെല്ലാം മഞ്ജു പറയുമ്പോൾ നിനക്കിപ്പോൾ നല്ല ഉറക്കം കിട്ടേണ്ട സമയമല്ലേ, എന്തിനാ ഈ ജോലികളൊക്കെ ചെയ്യുന്നതെന്ന് ചോദിക്കുമ്പോൾ ഏട്ടത്തിയുടെയും കുഞ്ഞിൻ്റെയും കാര്യങ്ങളൊന്നും അമ്മ നോക്കുന്നതിലൊന്നും എനിക്ക് പൂർണ്ണ വിശ്വാസമില്ല എന്ന് പറയുന്നുണ്ട് കേട്ടോ മഞ്ജു. ഏതായാലും ഫിനാൻഷ്യസിലേക്ക് പോകുന്ന സമയത്ത് കുഞ്ഞിനെ അമ്മയുടെ കയ്യിലൊന്നും കൊടുത്തിട്ട് പോകരുതെന്നും മഞ്ജു പറയുമ്പോൾ ഇന്ന് ഒരു ദിവസം തന്നെ ഞങ്ങൾ ഇങ്ങോട്ട് പോകുന്നത് ലേഖയ്ക്ക് സഹിക്കാനായിട്ട് പറ്റിയിട്ടില്ല, ഞങ്ങൾ എന്തായാലും ലേഖയുടെ കയ്യിൽ കുഞ്ഞിനെ ഏൽപ്പിച്ചിട്ടേ പോകുന്നുള്ളൂ എന്ന് പറയാണ് കേട്ടോ മഹി. തുടർന്ന് ഓണത്തിന് കരുണയും അവളുടെ അച്ഛനും എന്തൊക്കെയോ അലങ്കോലപ്പെടുത്താൻ ശ്രമിക്കുന്നുണ്ട് എന്ന് ഞാനൊരു സ്വപ്നം കണ്ടു, അതുകൊണ്ടാണ് ഞാൻ സാഗറിനെയും കൂട്ടിക്കൊണ്ട് ഇങ്ങോട്ട് വന്നത്. ഇനിയിപ്പോൾ എന്തായാലും ഓണം കഴിഞ്ഞിട്ടേ ഞങ്ങളിവിടെ നിന്നും പോകുന്നുള്ളൂ എന്നും മഞ്ജു പറയുന്നു. മാത്രമല്ല കുഞ്ഞിനെയും കൊണ്ട് ഏട്ടത്തി പോയി കഴിഞ്ഞാൽ ഇവിടെ ഏട്ടൻ മാത്രമേ ഉള്ളൂ കാണൂ, പിന്നെ എൻ്റെ ആങ്ങളെയും ഇവിടെയുണ്ട്,
അതുകൊണ്ട് കണ്ണേട്ടൻ്റെ കാര്യവും ഇവിടെ സുരക്ഷിതമൊന്നുമല്ല. AC-യിൽ വിഷവാതകം കടത്തിവിട്ടതൊന്നും എനിക്ക് അത്ര പെട്ടെന്നൊന്നും മറക്കാൻ പറ്റില്ല എന്നെല്ലാം മഞ്ജു പറയുന്നു. അതൊന്നും അമ്മയുടെ അറിവോടെയല്ല അവർ ചെയ്തതെന്നൊക്കെയാണ് അമ്മ പറയുന്നത്. പക്ഷേ അതൊന്നും എനിക്ക് പൂർണ്ണ വിശ്വാസം വന്നിട്ടില്ല എന്ന് മഞ്ജു പറയുമ്പോൾ വിഷമത്തോടെ മഞ്ജുവിനെ നോക്കുന്ന ദുർഗയെ കാണിച്ചുകൊണ്ടാണ് എപ്പിസോഡ് അവസാനിക്കുന്നത്. ഈ റിവ്യൂ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. താങ്ക്